നമ്മളെ ആമിക്ക് സുഖമില്ല കേട്ടോ. ഇങ്ങനെ കിടക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ആമി എപ്പോഴും ആക്റ്റീവാണ്, ചാടി ചാടി നിൽക്കണ കണ്ടിട്ട് ഇങ്ങനെ കിടക്കണ കണ്ട് സഹിക്കാൻ വയ്യ. ഇപ്പം വായിച്ചു തന്നെയാണ്. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അമ്മ ഇന്നലെ എൻ്റെ അടുത്ത് എപ്പോഴോ ഫോൺ ചെയ്തപ്പോൾ ഇതുപോലെ പറഞ്ഞ് ആമിക്ക് വയ്യ. പിന്നെ വയ്യാന്നല്ല പറഞ്ഞേ, ആമി ഫുഡ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ, ഇവിടെ ഗുണ്ടു ഇടയ്ക്കിടയ്ക്കൊന്നും ഫുഡ് എടുക്കാതിരിക്കണേനല്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതുപോലെ നിർബന്ധിച്ചൊന്നും കൊടുക്കണ്ട, അവൾക്ക് അങ്ങ് മാറുമ്പോൾ അവൾ അങ്ങ് കഴിച്ചോളൂ. അങ്ങനെയാണ് ഇവിടെ ഗുണ്ടുവിന് ഫുഡൊന്നും ഇടയ്ക്കൊക്കെ എടുക്കാതിരിക്കുമ്പം ഇങ്ങനെ നിങ്ങളൊക്കെ മെസ്സേജ് ഇടുന്ന അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. പക്ഷേ ഇന്നിപ്പം അവൾക്ക് ഇന്നലെയും ഇങ്ങനെ തന്നെ. ഇന്ന് രാവിലെ ഞാൻ ചെന്നപ്പം ഇപ്പം ഒരിടവും പോണില്ല, അഴിച്ചു വിട്ട ഒരിടവും പോകത്തില്ല, വീടിനകത്ത് ഇങ്ങനെ കിടപ്പ്. അഴിച്ചു വിട്ട ഉടനെ വീടിനകത്ത് കയറി കിടക്കുവാണ്. പിന്നെ എൻ്റെ സഹോദരൻ വന്നാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, തുള്ളി തുള്ളി അവൻ്റെ കൂടെ ഓട്ടമാണ്. പക്ഷെ അവൾക്ക് ഓടാൻ എഴിക്കെന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ അവളടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് എഴിക്കാൻ വയ്യേട്ടാ. കുറേ നേരം കൊണ്ട് അവ ഇങ്ങനെ തട്ടി വിളിച്ചിട്ടൊന്നും എഴിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് വിചാരിച്ചില്ല. എങ്കിൽ ഞാൻ ഇന്ന് എന്നെ ആശുപത്രി കൊണ്ടുപോയേനെ. പക്ഷെ ഞാൻ മെനഞ്ഞാന്ന് അവൾ നല്ല ആക്റ്റീവായിരുന്നു. മെനഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ് കണ്ട. അവളെയും കൊണ്ട് ഇൻഡക്ഷന് ഡേറ്റ് ആയി. അങ്ങനെ ഞാൻ എവളെയും കൊണ്ട് ഇത് ഞായറാഴ്ച അപ്പോൾ ഉച്ച വരെ ഉള്ളൂ ഡോക്ടർ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ 1 മണിയായപ്പോൾ കൊണ്ടുപോയപ്പോഴേ ഡോക്ടർ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഉച്ച വരെ ഉള്ളൂ. അന്ന് ശനി ഞായറൊക്കെ ഉച്ച വരെ എന്തോ ഉള്ളത്. ഞാൻ പോയപ്പോൾ കൂട്ടിയിട്ട് പോയി. പിന്നെ അവൾ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ്. നല്ല ചിരിയാക്കിയിട്ടൊക്കെ ഒരു കുഴപ്പമില്ല. 2 ദിവസം കൊണ്ട് ഇവൾ ഇങ്ങനെ തളർന്ന് പോലെ കിടപ്പില്ല. ഇപ്പം അവൻ ഇങ്ങനെ രാത്രി മെസ്സേജ് ഇട്ടാണ് അവൾക്ക് വയ്യ, അവൾ എഴിക്കണില്ല എന്നൊക്കെ. ഇങ്ങനെ അവൾ എഴിച്ച് പോലും ഇരിക്കണില്ല. അപ്പോൾ ഇത്രയും ഇതാണെന്ന് അമ്മയും വിചാരിച്ചാണ്. അമ്മ ഒന്നും പറഞ്ഞതുമില്ല. എങ്കിൽ ഞാൻ വൈകുന്നേരം ഇല്ല ഡോക്ടർ, 4 മണി വരെ ഉള്ളൂ ആശുപത്രിയിൽ. എങ്കിലും നേരത്തെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുപോയേനെ. പക്ഷെ ഇങ്ങനെ ഫുഡ് എടുക്കണില്ല, ഇങ്ങനെ കിടന്നിട്ട് എഴിക്കൂലെന്നൊന്നും കരുതിയില്ല കേട്ടോ. എന്തായാലും ഈ രാത്രി അവൻ മെസ്സേജ് ഇട്ടുകൊണ്ട് പിന്നെ എനിക്കിപ്പോൾ സമയം 9:30 ആയപ്പോഴാണ്, അവൻ 9:45 ആയപ്പോഴാണ് ഇങ്ങനെ അയച്ചു തന്നത്. ഇനിയിപ്പം പോയി നോക്കാനും പറ്റാത്ത അവസ്ഥ. എന്തായാലും രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഡോക്ടറെ വിളിച്ചിട്ട് കൊണ്ടുപോകും.